പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച സബ്ജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ മാത്തമാറ്റിക്സ്. ഈ മാത്തമാറ്റിക്സിനെ നിങ്ങൾ ഒരു കിരീടമായി സങ്കല്പിക്കുക എന്ന് വയ്ക്കുക. എങ്കിൽ ആ കിരീടത്തിൻ്റെ മുമ്പിലിരിക്കുന്ന വൈരക്കല്ലാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു എന്ന് നോക്കാം. ദ വേർഡ് ഈസ് കെയിം ഫ്രം ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ് വിച്ച് മീൻസ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മലയാളം സ്ഥിതിവിവരക്കണക്ക് എന്നാണ്. നമ്മുടെ ഭാരതത്തിൽ വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തിയിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, അതായത് 324 BC ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് വരെ നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളുടെ വസ്തു, ജനങ്ങളുടെ കൃഷിഭൂമി, ലൈഫ് സ്റ്റോക്ക് അതായത് മൃഗങ്ങൾ, ഇവ നിജപ്പെടുത്താനും അതുപോലെ തന്നെ ടാക്സ് നിർണ്ണയിക്കാനും മിലിറ്ററി ഫോഴ്സ് സെറ്റപ്പ് ചെയ്യാനുമൊക്കെയാണ് അന്നത്തെ രാജാക്കന്മാർ പ്രധാനമായും സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ നമ്മളുടെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ റൊണാൾഡ് ആൽമണ്ട് ഫിഷർ ആണ്. RA ഫിഷർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. Statistics can be defined as collection, presentation and interpretation of numerical data. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. അത് നിങ്ങൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ആദ്യമായി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്. സ്റ്റാറ്റിസ്റ്റിക്സും പ്ലാനിങ്ങുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ 5 ഇയർ പ്ലാൻസ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാരതത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന PC മഹാലനോബിസ് ആണ് സെറ്റപ്പ് ചെയ്തത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്സിന് പ്ലാനിങ്ങുമായി വളരെ ബന്ധമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സുമായി വളരെ ബന്ധമുണ്ട്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് എക്കണോമിക്സിൽ. അതായത് നമ്മൾ ടൈമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റ എഴുതും. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരിയുടെ വില ഓരോ മാസവും ഉള്ള അരിയുടെ വില നമ്മൾ ഒരു ടേബിളിൽ രേഖപ്പെടുത്തുകയാണ്. ഓരോ മാസവും വരുന്ന അരിയുടെ വിലയുടെ വ്യതിയാനം അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ടേബിളുകൾ നമ്മൾ പറയുന്ന പേരാണ് ടൈം സീരീസ് ടേബിൾ. അങ്ങനെ വരുന്ന ടേബിൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരുന്ന വില എത്രയാണ്, അതായത് വ്യതിയാനം എത്രയാണ് ഒക്കെ എഴുതാനും അതുപോലെ തന്നെ ഇതേപോലെ സീരീസുകളുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാനുമൊക്കെ സാധിക്കും. ഇതാണ് ടൈം സീരീസ് അനാലിസിസ്. ഇത് എക്കണോമിക്സിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സുമായി ബന്ധമുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്റ്റാറ്റിസ്റ്റിക്സും മെഡിസിനുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നമ്മൾ വാക്സിൻ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ്. വാക്സിൻ ഇപ്പം പ്രധാനമായും നടത്തുന്ന 2 തൊട്ട് 6 വരെയുള്ള പ്രായമുള്ള കുട്ടികളിൽ വാക്സിൻ്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് ഡേറ്റ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ സാമ്പിൾ എടുത്തിട്ട് ഓരോ സാമ്പിളിൽ മരുന്ന് പരീക്ഷിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സും മെഡിസിനുമായിട്ടുള്ള ആ ബന്ധമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരുപാട് ശാസ്ത്രശാഖകളുമായി സ്റ്റാറ്റിസ്റ്റിക്സിന് ബന്ധമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മോഡേൺ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ശാഖകൾ. സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലാനിംഗ് പറയാം. Statistics is indispensable tool in planning the modern age. Statistical analysis techniques like time series analysis and demand analysis are useful in solving the problems related to economics. Statistics is widely used in quality control in industry. Statistics is intimately related to mathematics. In medical science, statistical tools used
for collection of data, presentation, analysis of data relating to causes and incidents of diseases. ഇനി നമുക്ക് സം അപ്ലൈഡ് ഏരിയാസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ധാരാളം അപ്ലൈഡ് ഏരിയാസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 3 എണ്ണമേ പറയുന്നുള്ളൂ. സിലബസിൽ പറയുന്ന 3 എണ്ണം ആക്ച്വറൽ സയൻസ് ആണ്. 1, 2 ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, 3 അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി ആക്ച്വറൽ സയൻസിനെ കുറിച്ച് പറയാം. ആക്ച്വറൽ സയൻസ് ഒരു PG കോഴ്സായിട്ട് തന്നെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. കാര്യവട്ടത്ത് തിരുവനന്തപുരം കാര്യവട്ടം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ MSc കോഴ്സുണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സും MSc കോഴ്സുള്ളതാണ്. ഈ ആക്ച്വറൽ സയൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സാധാരണ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം പ്രൈവറ്റൈസേഷൻ ഇൻഷുറൻസ് ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് സ്കോപ്പുള്ള കോഴ്സാണ്. പിന്നെ ആക്ച്വറൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആക്ച്വറൽ സയൻസ് ഇസ് ദ ഡിസിപ്ലിൻ ദാറ്റ് അപ്ലൈസ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ടു അനലൈസ് ദ റിസ്ക് ഇൻ ദ ഇൻഷുറൻസ് ആൻഡ് ദ ഫിനാൻസ് സെക്ടേഴ്സ്. അതായത് ഇൻഷുറൻസും ഫിനാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ശാസ്ത്രശാഖയാണ് ആക്ച്വറൽ സയൻസ്. ഈ ആക്ച്വറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആക്ച്വറൽ സയൻസ് ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് അപ്ലൈസ് mathematical and statistical methods to assess risk in the insurance and finance sectors. Actuaries are professionals who are qualified in this field. Actuaries should pass a series of professional examinations to demonstrate their competence. Actuarial science includes a number of interrelating subjects, including probability, mathematics, statistics, finance, economics, financial economics, and computer programming. The science has gone through revolutionary changes during the last 30 years with the invention of computers. ഇനി നമുക്ക് അടുത്ത ശാസ്ത്രശാഖയായ ബയോസ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയാം. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ബയോളജി. Biostatistics consists the design of biological experiments, the collection, summarization and analysis of data from these experiments and interpretation of the results. Biostatistics is the application of statistics in biology. Biostatistics consists of design of biological experiments, collection of data, summarization of data, analysis of data and interpretation of results. A major branch of biostatistics is medical biostatistics. അതായത് മെഡിസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചാണ്. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി കൺസേൺ വിത്ത് മെഡിസിൻ ആൻഡ് ഹെൽത്ത്. ഇനി നമുക്ക് അടുത്തത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയാം. Agricultural statistics is the application of statistics in agriculture. The application of statistics is necessary for solving various problems connected with agriculture. Because of variability inherent in agriculture, knowledge of statistics is necessary for their understanding and interpretation. ഇനി ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്ന് നോക്കാം. Official statistics are statistics published by government agencies and international organizations. The Ministry of Statistics and Program Implementation, അതായത് MOSPI എന്ന് പറയും. MOSPI came into existence in 1999 as an independent agency after merging Department of Statistics and Department of Program Implementation. MOSPI എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇന്ത്യയിൽ വന്നത് 1999-ലാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയും മെർജ് ചെയ്തിട്ടുണ്ടാണ് ഈ MOSPI എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായത്. MOSPIക്ക് ചെയർമാനും ഉണ്ട്.
ഇനി നമുക്ക് ഈ മോസ്പിയുടെ ഡിവിഷൻസ് നോക്കാം. മോസ്പി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആദ്യമായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നും പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്നും. ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നും NSSO അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനെ വീണ്ടും 4 ഡിവിഷൻസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് SDRD. NSSOയെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് SDRD സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, FOD ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, DPD ഡേറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, CPD കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ വിങ്ങിനെ 3ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 20 പോയിൻറ്റ് പ്രോഗ്രാം, ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ആൻഡ് പ്രോജക്റ്റ് മോണിറ്ററിംഗ്, MBLAD. MBLAD എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ ലാബ് അതുപോലെ കെട്ടിടങ്ങൾ ഒക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. MBLAD അതായത് MBയുടെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് CSO എന്താണെന്ന് നോക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണ് എന്ന് നോക്കാം. Central Statistical Office is one of the 2 wings of National Statistical Office. It is responsible for all statistical activities in the country. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. Central Statistical Office is one of the 2 wings of National Statistical Office. Its activities include compilation of national accounts, conduct of annual survey of industries and economic censuses, compilation of index of industrial production as well as consumer price indices. It also deals with various social statistics, training, international cooperation, industrial classification, etc. CSO is headed by a Director General who is assisted by 5 additional Director Generals. Its head office is in New Delhi. National Sample Survey Office. It is one of the wings of National Statistical Office. National Sample Survey Office-ന് 4 divisions ഉണ്ട്. It is the largest organization in India conducting regular economic surveys. ധാരാളം സർവേകൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് NSSO. പല റൗണ്ടുകളിലായിട്ടാണ് NSSO സർവേകൾ നടത്തുന്നത്. 6 മാസം മുതൽ 1 വർഷം വരെ നീളുന്ന കാലയളവിലാണ് അവർ സാധാരണയായി സർവേകൾ നടത്തുന്നത്. ഓരോ സർവേയിലും ഓരോ ടോപ്പിക്ക് ആയിരിക്കും. ചിലപ്പോൾ മൈഗ്രേഷൻ ആയിരിക്കും ടോപ്പിക്ക്, ചിലപ്പം പോവർട്ടി ആയിരിക്കും ടോപ്പിക്ക്, ചിലപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആയിരിക്കും ടോപ്പിക്ക്, ചിലപ്പം ഹെൽത്ത് ആയിരിക്കും, ചിലപ്പം എംപ്ലോയ്മെൻ്റ് ആണ് അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ സർവേകളും ടോപ്പിക്ക് വ്യത്യസ്തമായിരിക്കും. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനെ 4 ഡിവിഷൻസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. NSSOയെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, FOD ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, DPD ഡേറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, CPD കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. Program Implementation Wing has 3 divisions. 1. 20 point program,
2. Infrastructure monitoring and project monitoring. 3. MPLAD, Member of Parliament Local Area Development Scheme. ഇനി നമുക്ക് പറയാനുള്ളത് ISI കുറിച്ചാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥാപിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ PC മഹാലാനോബിസ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അദ്ദേഹം നെഹ്റുവുമായി ചേർന്നിട്ടാണ് നമ്മുടെ പ്ലാനിങ് 5 ഇയർ പ്ലാനൊക്കെ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് ആണ് അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ജൂൺ 29 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂൺ 29 ആണ്. അദ്ദേഹം ISI സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ISI is a unique institution devoted to research, teaching and application of statistics in natural sciences and social sciences. ISI publishes a journal. Its name is Sankhya. സാഖ്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ജേണൽ പ്രസിദ്ധീകരിക്കുന്നത് ISI ആണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ISI എന്ന് പറയുമ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിക്കരുത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ISI മാർക്കുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്ന് പറയാറില്ലേ, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണത്. ISI മാർക്ക് നിങ്ങൾക്ക് പരിചിതമാണല്ലോ, മിക്ക മെറ്റീരിയൽസിലും അത് ഉണ്ട്. അതുള്ളത് നോക്കിയല്ലേ നമ്മൾ വാങ്ങുന്നത്, അതല്ലേ ഇത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ബൈ holding seminars, discussions and competitions to highlight the importance of statistics in national development. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആദ്യമായി പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെറൈവ് ചെയ്ത വേർഡിനെ കുറിച്ച്, പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ സ്കോപ്പ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ. ഇനി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അപ്ലൈഡ് ഏരിയാസിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും സംഗതികളാണ് പ്രധാനമായി പറഞ്ഞത്. പിന്നെ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും പറഞ്ഞു. പ്രധാനമായും നമുക്ക് എക്സാമിനേഷന് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് CSO, NSSO, ISI, അക്ച്വറൽ സയൻസ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ സ്ഥിരമായി ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് 3 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തരികയാണ്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. Who is known as father of modern statistics and who is known as father of Indian statistics? ആൻസർ അറിയാമല്ലോ. ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് RA ഫിഷറും ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് PC മഹാലാനോബിസുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് CSO ലൊക്കേറ്റഡ് ആൻഡ് വേർ ഈസ് ISI ലൊക്കേറ്റഡ്? CSO ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലും ISI ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലുമാണ്. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ actuarial science, NSSO. Write short note on actuarial science, NSSO. Actuarial science is the discipline that applies mathematical and statistical methods to assess risk in the insurance and finance sectors. Actuaries are professionals who are qualified in this field. Actuaries should pass a series of professional examinations to demonstrate their competence. Actuarial science includes a number of interrelating subjects, including probability, mathematics, statistics, finance, economics, financial economics, and computer programming. The science has gone through revolutionary changes during the last 30 years with the invention of computers. National Sample Survey Office. It is one of the wings of National Statistical Office. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന് 4 ഡിവിഷൻസ് ഉണ്ട്.
It is the largest organization in India conducting regular economic surveys. ധാരാളം സർവേകൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് NSSO. പല റൗണ്ടുകളിലായിട്ടാണ് NSSO സർവേകൾ നടത്തുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനെ 4 ഡിവിഷൻസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. NSSOയെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, FOD ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, DPD ഡേറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, CPD കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു.